നമസ്കാരം. നമ്മളിന്ന് കുക്ക് ചെയ്യുമ്പോൾ കറക്കി ചുട്ട അൽഫാം താറാവ്. അൽഫാം ഉണ്ടാക്കുമ്പോൾ നമുക്ക് കഴുത്ത് വേണ്ട, അതങ്ങ് കട്ട് ചെയ്ത് കളയട്ടെ. മസാലയൊക്കെ പിടിക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ വരകൾ ഇട്ട് കൊടുക്കാം. വിനാഗിരി, ഉപ്പ്, ഇതിലോട്ട് നമുക്ക് താറാവിനെ ഇറക്കി കൊടുക്കാം. ഒരു അരമണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ. അൽഫാം മസാല റെഡിയാക്കാം. അതിനുവേണ്ടി 3 സവാള വലിയ വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞേക്കുന്നത്, അതുപോലെ തന്നെ 3 തക്കാളി, ഒരു ക്യാപ്സിക്കം, 4-5 പച്ചമുളക്, ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിക്കകത്തിട്ട് അടിക്കാം. അതോടൊപ്പം തന്നെ നാരങ്ങ നീരും കൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മല്ലിയില, അങ്ങനെ മസാല റെഡി ആയിട്ടുണ്ട്. ഇത്രയും നമ്മൾ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തോട്ട് ബാക്കി മസാല കൂടെ ചേർക്കാം. ഇതിലോട്ട് ഇനി ബാക്കി മസാല ആഡ് ചെയ്യാം. നമ്മൾ ആദ്യം തന്നെ എടുക്കുന്ന മീറ്റ് മസാലയാണ്. നമ്മൾ അതുപോലെ തന്നെ യൂസ് ചെയ്യുന്നത് ന്യൂഡേ സ്പൈസസിൻ്റെ മസാലയാണ്. നമ്മളിത് യൂസ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നല്ല പ്യുവർ ക്വാളിറ്റി സാധനമാണ്, മായം ചേരാത്ത അടിപൊളി ഐറ്റമാണ് നമ്മൾ ന്യൂഡേ സ്പൈസസിൻ്റെ മസാലകൾ. അടുത്ത കുറച്ച് മഞ്ഞൾപ്പൊടി. അടിപൊളി പാക്കിംഗ് ആണ്, കാരണം ഇത് എക്സ്പോർട്ടിംഗ് ഉള്ളതുകൊണ്ട് തന്നെ കിടിലൻ പാക്കറ്റിലാണ് നമ്മുടെ ന്യൂഡേ സ്പൈസസ് വരുന്നത്. മല്ലിപ്പൊടി, അടുത്തത് കാശ്മീരി ചില്ലി. കാശ്മീരി ചില്ലി ഇച്ചിരി അധികത്തിൽ ഇട്ട് കൊടുക്കാം, നല്ല കളറൊക്കെ ഉണ്ട്, കിട്ടട്ടെ. ഗരം മസാല, കുരുമുളക് പൊടി, ജീരകപ്പൊടി, നമുക്ക് കുറച്ച് തൈരും കൂടെ ഒഴിക്കാം. ആവശ്യത്തിന് ഉപ്പ്, പിങ്ക് സാൾട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്യാം. കുറച്ച് വെളിച്ചെണ്ണ. ഏകദേശം 2 മണിക്കൂർ മേലായി നമ്മുടെ താറാവ് വിനാഗിരിക്കകത്ത് ഉപ്പിൻ്റെ അത് ഇട്ട് വെച്ചിട്ട്. നമുക്കിനി ഇതിൻ്റെ അകത്തോട്ട് മസാല ചേർക്കാം. നല്ല രീതിക്ക് താറാവിൻ്റെ അകത്തോട്ട് നമുക്ക് തേച്ച് കൊടുക്കാം. അകത്തോട്ടൊക്കെ ശരിക്കും മസാല കയറട്ടെ. ഇതേണ്ടേ താറാവ് നല്ല രീതിക്ക് മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു മണിക്കൂർ മാറ്റി വയ്ക്കാം, മസാലയൊക്കെ ഒന്ന് ശരിക്കും ഒന്ന് പിടിക്കട്ടെ. കനൽ സെറ്റ് ചെയ്യാമേ. എടുത്ത് വെച്ചേ. കനൽ നല്ല രീതിക്ക് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് താറാവിനെ കമ്പിക്കകത്തോട്ട് കയറ്റാം. ഇതിന് കമ്പി കൊണ്ട് നമുക്ക് കെട്ടിക്കൊടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ കിടന്ന് കറങ്ങും. താറാവ് കമ്പിയെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി കനലിൻ്റെ മണ്ടക്കോട് വെച്ച് കൊടുക്കാം. അങ്ങനെ ഞങ്ങളുടെ അൽഫാം താറാവ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി കഴിച്ചു നോക്കാം. പിടിച്ചേ. എൻ്റെ എല്ല് മാത്രമായിട്ട് ഇങ്ങ് വരുന്നത്. അതാണ് കിട്ടിയ. ഓക്കെ, കഴിച്ചു നോക്കാം. നല്ല ടൈറ്റാ.
ചിക്കൻ്റെ കൂട്ടൊരു സോഫ്റ്റായിട്ടൊരു ഇറച്ചിയല്ല കേട്ടോ. അൽഫാം ആയതുകൊണ്ട് തന്നെ ഒരു ടൈറ്റ് വരുന്നുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. മസാലയൊക്കെ നല്ല രീതിക്ക് അറിയുന്നുണ്ട്. എങ്ങനെ ഉണ്ടെണ്ണ? കൊള്ളാം, കുഴപ്പമില്ല. ഇത് കഴിച്ച് നോക്കിയാൽ മറ്റേ ചിക്കൻ്റെ കൂട്ട് അത്ര സോഫ്റ്റായിട്ടുള്ളൊരു ദശയല്ല. നിങ്ങളുടെ സാധനം കണ്ടോ? നല്ല മസാലയാണ്. കൊള്ളാം കേട്ടോ. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഞങ്ങൾ ഉദ്ദേശിച്ച ചിക്കൻ്റെ കൂട്ട് അടന്നിങ്ങി പോരുമെന്ന് ഉദ്ദേശിച്ചു. പക്ഷേ അതുപോലെ ആയില്ല. കാരണം ഉദ്ദേശം അങ്ങോട്ട് വ്യത്യാസമുണ്ട്. ഇതുണ്ടോ? കുറച്ച് മയോണൈസ് മുക്കി കഴിച്ച് നോക്കട്ടെ. സൂപ്പർ. ആദ്യമായിട്ടാണ് താറാവിനെ അൽഫാം ചെയ്ത് കഴിച്ച് നോക്കുന്നത്. കോഴിയൊക്കെയാണ് നമ്മൾ കഴിച്ചിട്ടുണ്ട്, പക്ഷേ ആദ്യമായിട്ടാണ് താറാവിനെ അൽഫാം ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ടും ഫോളോ സപ്പോർട്ട്. ഇനി ഇതുപോലുള്ള അടിപൊളി വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും.